10ാം ക്ലാസ്സിലെ SS1 ചാപ്റ്റർ 4 ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ലെസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യവും ഉത്തരവും. ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് കോൺക്വേർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്? എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയത്? ദ ബ്രിട്ടീഷ് കോൺക്വേർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് യൂസിങ് മിലിറ്ററി ഫോഴ്സസ് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ്. ദ ബാറ്റിൽ ഓഫ് പ്ലാസി took place in the year. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757, 1757. Name the tax policy implemented by the British that destroyed the backbone of the farmers. കർഷകരുടെ നട്ടെല്ലൊടിച്ച ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയം ഏതായിരുന്നു? ദ ലാൻഡ് റവന്യൂ സിസ്റ്റംസ്. ഭൂനികുതി സമ്പ്രദായങ്ങൾ. നെയിം ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ റീജിയൻസ്. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതായിരുന്നു? പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഫീച്ചേഴ്സ് ഓഫ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഇൻ ദ പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. സെമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് വെയർ ഹി ഹാഡ് ദ ജുറിസ്ഡിക്ഷൻ ടു കളക്ട് ടാക്സ്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാർ ആയിരുന്നു. വൈൽ ദ സെമീന്ദാസ് ബിക്കെയിം ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്, ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കെയിം ടെനൻസ്. സെമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. ഫാമേഴ്സ് വെയർ ടു പേ അപ് ടു 60% ഓഫ് ദ ഈൽഡ് ആസ് ടാക്സ്. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പൂവർ ഈൽഡ്. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്റ്റ്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ബിഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദി സിസ്റ്റം, ടാക്സ് കുഡ് ബി പെയ്ഡ് ഇൻ കൈൻഡ്. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. നെയിം ദ റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥ ഏത്? റയറ്റ് വാരി സിസ്റ്റം. റയറ്റ് വാരി വ്യവസ്ഥ. ഫീച്ചേഴ്സ് ഓഫ് ദ റയറ്റ് വാരി സിസ്റ്റം. റയറ്റ് വാരി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ദ റയറ്റ് വാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. റയറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയത്. ദ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്, റയറ്റ്സ്. കർഷകർ, അതായത് റയറ്റ്, കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു. എക്സസീവ് ടാക്സ്. അമിത നികുതി. ദ ടാക്സ് റൈറ്റ്സ് വെയർ ഫ്രീക്വൻ്റ്ലി ഇൻക്രീസ്ഡ്. നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. നെയിം ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നോർത്ത് വെസ്റ്റ് റീജിയൻസ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏത്? മഹൽവാരി സിസ്റ്റം. മഹൽവാരി വ്യവസ്ഥ. ഫീച്ചേഴ്സ് ഓഫ് ദ മഹൽവാരി സിസ്റ്റം. മഹൽവാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ. ദ വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ടാക്സ്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചെടുത്തത്. ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദിസ് സിസ്റ്റം ടു. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ദ എൻറ്റയർ വില്ലേജ് ഓർ മഹൽ
was considered as a single unit for tax collection. ഗ്രാമത്തെ, അതായത് മഹൽ, ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത്. How did the land revenue policies implemented by the British affected the agricultural sector? ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായങ്ങൾ കാർഷിക മേഖലയെ ബാധിച്ചത് എങ്ങനെ എന്ന് നോക്കാം. When the farmers were unable to pay tax in the form of money before the deadline, they had to take loan from money lenders at a high rate of interest. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ള പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. The loans were obtained by mortgaging agricultural land. The agricultural land of the farmers who could not pay back the loan and interest was seized by the money lenders. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ള പലിശക്കാർ കൈയടക്കി. വാട്ട് ഈസ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാൽ എന്ത്? During the British rule, the farmers were compelled to cultivate crops according to the market needs. As a result, commercial crops were largely cultivated instead of food crops. This transformation is termed as commercialization of agriculture. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. നെയിം ദ മേജർ ക്രോപ്സ് ദാറ്റ് വെയർ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ ഏതെല്ലാം? ക്രോപ്സ് ആൻഡ് റീജിയൻസ്. ഇൻഡിഗോ, ബംഗാൾ, ബീഹാർ. കോട്ടൺ, മഹാരാഷ്ട്ര, പഞ്ചാബ്. ഷുഗർ കെയിൻ, ഉത്തർപ്രദേശ്. ടീ, ആസാം, കേരള. ജൂട്ട്, ബംഗാൾ. വീറ്റ്, പഞ്ചാബ്. ഈ പാഠഭാഗത്തിലെ പാർട്ട് 1 പൂർത്തിയാവുകയാണ്. ഇത് സോഷ്യൽ സയൻസ് വിഷയങ്ങൾ അനലൈസ് ചെയ്യുന്ന പുതിയൊരു ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിൽ.